ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ ശനിയാണ്. ആ ശനി 2-ൽ നിൽക്കുകയാണ്. അതുപോലെ സൂര്യൻ ജനുവരി 14-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ ജനുവരി 16-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജനുവരി 17-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ 5-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ജനുവരി 13-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. രാഹു ആണെങ്കിൽ ജന്മരാശിയിൽ, കേതു ആണെങ്കിൽ 7-ൽ സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ ജനുവരി മാസത്തിൽ നോക്കുമ്പോൾ 4 ഗ്രഹങ്ങൾ, അതായത് ശുക്രൻ, സൂര്യൻ, കുജൻ, ബുധൻ, ഈ 4 ഗ്രഹങ്ങൾ 12-ലേക്ക് രാശി മാറുന്നു ജനുവരി പകുതിയോടുകൂടി. അതാണ് ജനുവരി മാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കുംഭക്കുറുകാരുടെ കുംഭലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആദ്യ പകുതി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ജന്മരാശിയിൽ രാഹു സ്ഥിതിയുണ്ട്. അതുപോലെ 2-ൽ ശനിയുണ്ട്. ഇപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. ചിലപ്പോൾ ദന്തസംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ ജന്മരാശിയിലൊക്കെ രാഹു നിൽക്കുമ്പോൾ നമുക്ക് ഈ മനഃപൂർവം ആയ ഒരു ശാഠ്യം, പിടിവാശി, തർക്ക സ്വഭാവം ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹങ്ങളെല്ലാം 12-ലേക്ക് രാശി മാറുകയാണ്. രവി, ശുക്രൻ, അതുപോലെ കുജൻ, ബുധൻ ഒക്കെ 12-ലേക്ക് മാറുന്നു. അത് ചിലപ്പോൾ ഈ കാൽപാദങ്ങളിൽ, കണങ്കാലിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ, അല്ലെങ്കിൽ ഇഞ്ചറി, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അവയിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുക. അതുപോലെ ആഹാരത്തിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2-ലാണ് ആ ശനി നിൽക്കുന്നത്. 2-ാം ഭാവാധിപൻ വക്രത്തിലുമാണ്. അപ്പോൾ അത് ദൂരയാത്രകളിലും ഒക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ആദ്യ പകുതി 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അത് തൊഴിൽ നേട്ടത്തിന് സഹായകമാകും. രവിയും കുജനും ബുധനും ശുക്രനും ഒക്കെ ആദ്യ പകുതി 11-ൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റെടുത്ത നമ്മുടെ പ്രോജക്റ്റുകൾ, ഏറ്റെടുത്ത വർക്കിൽ ഒക്കെ വളരെ ശ്രദ്ധ കൂടും. തൊഴിലിടത്ത് നമ്മുടെ വർക്കിന് ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. അതുപോലെ നമ്മുടെ വർക്കിന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും ആദ്യത്തെ പകുതി. ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ തൊഴിൽ സ്ഥാപനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുജന പ്രീതിയൊക്കെ ഈ കൂറുകാർക്ക് കൂടാൻ സാധ്യതയുണ്ട് ആദ്യ പകുതി. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ലേക്കാണ് രാശി മാറുന്നത്, ഉച്ചരാശിയിലേക്കാണ് മാറുന്നത്. അതൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശത്ത് തൊഴിലവസരങ്ങളുണ്ടാകും. ഉയർന്ന തൊഴിലൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയാണ് ആ ചൊവ്വയുടെ 12-ലെ ഉച്ചസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അത് പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഡോക്ടർമാർ, അതുപോലെ അതായത് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പ്രിസൺ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ വിദേശകാര്യ വകുപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ആ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലർക്ക് തൊഴിലിലൊക്കെ മാറ്റങ്ങളും വരാം. ഇപ്പോൾ ട്രാൻസ്ഫർ വരാം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വരാം. അതേസമയം 6-ൽ
സൂര്യനും കുജനും ശുക്രനും ബുധനും ഒക്കെ അവസാനത്തെ പകുതി ആ ഈ ഗ്രഹങ്ങളെല്ലാം 12ലേക്ക് രാശി മാറുകയും 6ലേക്ക് ദൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തൊഴിലിടത്ത് ചിലപ്പോൾ ഹിഡൻ എനിമീസ്, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ കാണപ്പെടുന്ന നമ്മളിൽ നിന്നും ഒളിക്കപ്പെട്ട ഹിഡൻ എനിമീസ്, ശത്രുക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം തൊഴിലിടത്തുണ്ടാകാം. അവിടെയൊക്കെ ഒരു കരുതൽ വേണം. ഇപ്പോൾ തൊഴിലിടത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ ഓഫീസ് തലത്തിൽ കഴിവതും ഈ അവസാനത്തെ പകുതി പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 11ലാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 11ലാണ്, ശുക്രനും 11ലാണ്, കുജനും 11ലാണ്. ശനി ആ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ ബിസിനസ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ബിസിനസ്സിൽ വഴി നേട്ടങ്ങൾ സാധ്യമാക്കുന്ന സമയം എന്ന് പറയാം. എങ്കിലും 7 കേതു ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ അത് ഒരു ചിലർക്കൊരു താല്പര്യക്കുറവ്, ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. അവിടെ ശ്രദ്ധിക്കണം. അവസാനത്തെ പകുതി ഈ മിക്ക ഗ്രഹങ്ങളും 12ലേക്ക് രാശി മാറുന്നതിനാൽ ബിസിനസ്സിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഇടപാടുകളിലായാലും ഒരു കെയർ നമുക്ക് ആ സമയത്ത് വേണം. അതേസമയം വിദേശ വിപണനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വിദേശ വിപണനമൊക്കെ സ്മൂത്ത് ആകുന്നതിന് അവസാനത്തെ പകുതി അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനും 5ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ആദ്യ പകുതി 11ലാണ്. ആ ബുധൻ 5ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5 ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ആ ഗുരു ആണെങ്കിൽ അതുപോലെ തന്നെ 4ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതുപോലെ രവി, ബുധൻ, കുജൻ, ശുക്രൻ ഈ 4 ഗ്രഹങ്ങളും 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഈ 4 ഗ്രഹങ്ങളുടെ എനർജി വരികയാണ്. അവിടെ ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. എങ്കിലും അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5 നിൽക്കുന്ന ശനി വക്രത്തിലായി, 5 നിൽക്കുന്ന ഗുരു വക്രത്തിലായതുകൊണ്ട്, ഇപ്പോൾ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിലായതുകൊണ്ട് നമുക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകും. നമ്മൾ വിഷയങ്ങളിൽ ഒരു ഫോക്കസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വിഷയങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവസാനത്തെ പകുതി പഠനത്തിലൊക്കെ ഫോക്കസ് കൂട്ടണം. രവിയും കുജനും ശുക്രനും ഒക്കെ തന്നെ, ബുധനും ഒക്കെ തന്നെ 12ലാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവർ, ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ പഠന ചെലവൊക്കെ കൂടാനിടയാക്കുന്ന ഒരു സമയമാണ്. അതർ ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസ് കൂടുമ്പോൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയാനും സാധ്യതയുണ്ട്. പഠന ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മുതിർന്നവരുടെയോ അല്ലെങ്കിൽ സീനിയർ അധ്യാപകരുടെയോ ഉപദേശമൊക്കെ സ്വീകരിച്ച് തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ആദ്യ പകുതി 6 ഗ്രഹങ്ങളുടെ എനർജി 11 വരുന്നുണ്ട്. 11 4 ഗ്രഹങ്ങളുണ്ട്. അതായത് രവി, കുജൻ, ശുക്രൻ, അതുപോലെ ബുധൻ. കൂടാതെ 2 നിൽക്കുന്ന ശനി 11 ദൃഷ്ടി ചെയ്യുന്നു. അതായത് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി 11 ദൃഷ്ടി ചെയ്യുന്നു. 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 ഏകദേശം 6 ഗ്രഹങ്ങൾ അവരുടെ എനർജി വരികയാണ്. അപ്പോൾ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം. അത് ബിസിനസ് വഴിയാകാം, തൊഴിൽ വഴിയാകാം, സ്പെക്കുലേഷൻ വഴിയാകാം, ഫ്രണ്ട്ഷിപ്പ് വഴിയാകാം, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയാകാം. അപ്പം അതുവഴിയൊക്കെ നമുക്ക് ധനവരവ് കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതി കാണുന്നത്. അതേസമയം അവസാനത്തെ പകുതി ഇതിന് നേരെ വിപരീതമാണ്. അതായത് ധനവരവ് കുറയും, ധനച്ചെലവ് അധികരിക്കും. അതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ
ഈ കുറുകാർക്ക് അവസാനത്തെ പകുതി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ട്രാവൽ തലത്തിലോ ഭവന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഭവനം മോടി പിടിപ്പിക്കുന്നതിലോ പുതിയ വീട് വാങ്ങുന്നതിലോ വസ്തു വാങ്ങുന്നതിലോ കാറ് വാങ്ങുന്നതിലോ അല്ലെങ്കിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് വഴിയോ അതുപോലെ ചാരിറ്റബിൾ തലത്തിലോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം എടുത്ത കടമൊക്കെ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സാമ്പത്തിക ചിലവ് അധികരിക്കാൻ അവസാനത്തെ പകുതി സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവതും അനാവശ്യ ചിലവ് കുറച്ച് ആവശ്യമായിട്ടുള്ള ചിലവുകൾ നിർവഹിച്ചു പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക. വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതി 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11 നിൽക്കുകയാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, 11ലാണ്. അതൊക്കെ ഗുണപരമാണ്. എങ്കിലും 7ൽ കേതു ഉണ്ട്. അപ്പോൾ 7ലെ കേതു പ്രത്യേകിച്ച് ഒരു താല്പര്യക്കുറവ് ആ വിവാഹത്തിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ ജന്മരാശിയിൽ രാഹു ഉണ്ട്. അഥവാ ഒരു ആലോചന വന്നാൽ തന്നെയും തിടുക്കത്തിൽ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഹു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ഇല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ കാര്യങ്ങളെല്ലാം കൂടി ആലോചിച്ച് സാവധാനത്തിൽ തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശുക്രനും കുജനും ബുധനും ഒക്കെ ബന്ധം 11 വരുന്നതും 5ലേക്ക് അവ ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കമിതാക്കൾക്കിടയിൽ വരുന്നത്. 5ൽ ഗുരു വക്രസ്ഥിതിയിലായതുകൊണ്ട് ചിലർക്ക് പ്രണയബന്ധത്തിലൊക്കെ ചിലപ്പോൾ സംശയമൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ജീവിത പങ്കാളി വഴിയൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് വളരെ ഗുണം ചെയ്യും. ആദ്യ പകുതി 11ലാണ് നിൽക്കുന്നത്, അതിനുശേഷം 12ലാണ്. അപ്പോൾ പൊതുവെ ഈ ജീവിത പങ്കാളി വഴി നേട്ടം ഉണ്ടാകും. അവരുമായിട്ടൊക്കെ ഒരു ഇൻറ്റിമസിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം രവിയും ശുക്രനും ഒക്കെ ബന്ധം വരുന്നത് കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അവിടെ ശ്രദ്ധിക്കുക. ശുക്രൻ ആദ്യ പകുതിയൊക്കെ 11ലാകുന്നത് 11ലാണ് നിൽക്കുന്നു, നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ അത് മുഖാന്തരം ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ പകുതി 7ാം ഭാവാധിപൻ 12ലാണ് വരുന്നത്. അതുപോലെ അത് 7ാം ഭാവത്തിൻ്റെ 6ലാണ്, ശത്രുസ്ഥാനത്താണ് വരുന്നത്. അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോവുക. കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 2ലെ ശനി, അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 5ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി 4ാം ഭാവാധിപനായ ശുക്രൻ 11ലുണ്ട്. ഇപ്പോൾ 2ലെ ശനിയൊക്കെ ചൊവ്വ 11 നിൽക്കുന്ന ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ആദ്യ പകുതി ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവസാനത്തെ അതുപോലെ അതൊക്കെ നമ്മൾ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അതിനൊക്കെ അനുകൂലമാണെങ്കിലും ഈ ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്യുന്നത്, 2 നിൽക്കുന്ന ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചൊവ്വയും ശനിയും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോവുക. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബത്തിലൊരു സമാധാനക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ജന്മരാശിയിൽ രാഹുവൊക്കെ നിൽക്കുന്ന സമയമാണ്. എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകിച്ച് കുടുംബത്തിലായാലും മറ്റുള്ളവരോടായാലും ആ പ്രകോപനപരമായിട്ടൊക്കെയുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവസാനത്തെ പകുതി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബ ചെലവ് കൂടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ഈ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ജനുവരി 4, 5, 6, 9, 10, 19, 20 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി വച്ചുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് എല്ലാവർക്കും
ഈ കൂറിൽ പെടുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു ഫലമാണ്. അതേസമയം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ വ്യത്യാസം വരും. കാരണം അവരുടെ ദശ, അപകാരം, ഛിദ്രം ഒക്കെ വ്യത്യാസപ്പെടാം. അപ്പം ഈ ദശ, അപകാരം, ഛിദ്രം ഒക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്, ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം ഈ ഗോചരസ്ഥിതി കൊണ്ട് വരികയാണെങ്കിലും ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു. ഇപ്പോൾ കുംഭക്കുറിൽ കുറച്ച് പേര് മാത്രമേ കുംഭലഗ്നക്കാരായിട്ട് വരാറുള്ളൂ, ബാക്കിയൊക്കെ മറ്റു ലഗ്നരാശിയിൽ പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറിൽ പെടുന്ന കുംഭലഗ്നക്കാരല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്ന് അറിയണം. അപ്പോൾ ഈ ലഗ്നരാശി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചും പൊതുഫലത്തിലെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തെ ഫലം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ കൂറിൻ്റെ ഫലവും കേൾക്കണം, അവർക്ക് എവിടെയാണ് ലഗ്നരാശി വന്നിട്ടുള്ളത് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കണം. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജനുവരി മാസത്തെ ഒരു കൃത്യചിത്രം, ആ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല കൂറിനേക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.